തേവനാശാരി സ്വന്തം കൂരയിൽ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോ ചുമരിടിഞ്ഞു വീണിട്ടല്ല കിടപ്പിലായത്. തിന്നു തീരാത്ത മുതലിന്റെ മേനി കാണിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടിപ്പൊക്കിയ മണ്ഡപത്തിന് പട്ടിണിക്കാരൻ കഴുക്കോൽ പണിയുമ്പോഴാ നിങ്ങളുടെ ബാല്യക്കാരുടെ കയ്യിൽ നിന്ന് കഷ്ടകാലം കൽത്തൂടായിട്ട് ഈ പാവത്തിന്റെ മേത്ത് പതിച്ചത്. അതിന് പരിഹാരം ചെയ്യാത്ത നിങ്ങൾ സാക്ഷാൽ വിശ്വകർമാവിനെ വിളിച്ചമ്പലം പണിയിച്ചാലും വെറുതെ മംഗളത്തമ്മേ പാഴായി പോവും പ്രാർത്ഥനകൾ പോലും. ഞാൻ വിളിച്ചു വരുന്നത് പണിയെടുക്കാനാ, എന്നെ പഠിപ്പിക്കാനല്ല. ഉള്ളികളുണ്ടാവണോ ഇപ്പൊ കാര്യം? പെരുന്തച്ചാ, താൻ അന്ന് ചെയ്ത ജോലിക്കുന്നോ പ്രതിഫലം തന്നിട്ടുണ്ട്, ഇനി ചെയ്യാൻ പോണതിന് ഇരട്ടി തരും. വെറുതെ എന്തിനാ ഈ ഗതികെട്ടവന് വേണ്ടി നമ്മൾ തമ്മിൽ മുക്ഷണ വരിക? പറഞ്ഞതാ ശരി. മുത്താച്ചാരി ചെല്ലി അന്ന് നടന്നതൊക്കെ നിന്റെ സമയദോഷായിരുന്നു. ഇന്ന് ഈ നേരത്തെ ഇവിടെ വരാൻ തോന്നിയത് വേറൊരു കഷ്ടകാലം. കുട്ടിയൊന്ന് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ ഗതികെട്ടവന് വേണ്ടി വെറുതെ. താൻ ഗതികെട്ടവനാണോ ദേവ? ആണോ? എങ്കിലും പെരുന്തച്ഛനും ഗതികെട്ടവനാ. കാരണം താൻ കയ്യിലെടുത്തിരുന്ന മുഴക്കോലിനും ഞാൻ കയ്യിലെടുക്കുന്ന മുഴക്കോലിനും നീളം 24 അങ്കുലം തന്നെയാ. ഒരങ്കുലത്തിനോ യവത്തിനോ മാറ്റമുണ്ടാവില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിനും സങ്കടത്തിനും ഗതികേടിനും. കണ്ണം കേൾക്കുന്നുണ്ടോ? എങ്കിൽ ഞാൻ ഏൽപ്പിച്ചെങ്കിൽ എടുക്ക്. തച്ചനെന്തിനുള്ള പുറപ്പാടാ? എന്താന്ന്? ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ നിന്നും പെരുന്തച്ഛൻ പിന്മാറുന്നു. എടോ, താൻ ഈ കാണിക്കുന്ന അഹങ്കാരം മംഗലത്തമ്മയോടാകുമ്പോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് തനിക്കറിയോ? എന്തായാലും അത് മരണമാവില്ലെന്ന് ഉറപ്പാ. കാരണം എന്റെ ആയുഷ്യന്റെ ജാതകം ഞാൻ സ്വയം ഗണിച്ചു നോക്കിയപ്പോൾ മംഗലത്തമ്മേ മരണത്തിലുള്ള സമയമെടുത്തിട്ടില്ല. കണക്കുകൾ നിങ്ങൾക്ക് പിഴക്കൂ. മക്കളുണ്ടാവാത്തത് ഗൃഹദോഷം. ഇനി നിങ്ങൾ മൂലം കരയേണ്ടി വന്ന ഒരു ആശാരിയുടെ തച്ചുശാപത്തിന്റെ മനക്ലേശങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കുമെന്ന് കണക്കുകൾ പറയുന്നു. അവന്റെ ഒരു കണക്കുകൾ അത് കണിശമായിരിക്കും. മംഗലത്തമ്മേ, കടലെടുത്തില്ലേ? കോടിമുണ്ട് മാത്രം മതി, ഒന്നാണേ വേണം. എടുത്ത് കൊടുക്കണം. ഇന്ന കണ്ണോ കണ്ടില്ലേ? നേരത്തേക്കെങ്കിലും ഒരാണിനെ പോലെ പെരുമാറുക. കഷ്ടോ. നമ്മുടെ ആളുകളെ വിളിച്ച് പിടിച്ചു കെട്ടിക്കൊണ്ട് പോണോ മംഗലത്തമ്മ? ഇവരെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഞങ്ങൾ എന്താ പോത്തുകളോ? ഇന്ന് താൻ ചിരിക്കടോ, പക്ഷേ ഒരിക്കൽ താൻ എന്റെ മുന്നിൽ കരയും. തന്നെ ഞാൻ പിടിച്ചു കെട്ടി കൊണ്ടുപോവില്ല, പക്ഷെ താൻ എന്റെ കാൽച്ചുവട്ടിൽ വരും. 3 കൊല്ലം പ്രതീക്ഷ തന്ന് താൻ ഈ കാണിച്ച ചതിക്ക് അതേയും കണക്കുണ്ട്. ആ കണക്ക് തീർത്തിരിക്കും മംഗലത്തമ്മ. അയ്യോ പാവം, ചിലരങ്ങനെയാണ്. അവർക്ക് ജീവിതത്തിൽ ജയിക്കണമെന്നില്ല, വെറുതെ ഇങ്ങനെ പറഞ്ഞു ജയിച്ചാ മതി. പെരുന്തച്ഛനോട് കണക്ക് നിൽക്കുമത്രേ മംഗലത്തമ്മ. പിഴയ്ക്കും അവരുടെ ആ കണക്കും. എന്തായാലും തേവന് തിരുത്തണ്ണായി മൂത്താച്ചാര്യെ, നിന്റെ പേരിലൊരു കലഹം. എന്തിന്റെ പേരിലായാലും ആ ക്ഷേത്ര നിർമ്മിതി നടക്കുമായിരുന്നില്ല. കാരണം നിമിത്തങ്ങൾ ശരിയായിരുന്നില്ല. തേവ കണ്ണാ, മനസ്സിലായച്ച. എന്നാലും 1-2 മാസത്തെ പണി ഉണ്ടായിരുന്നു, അത് പാഴാക്കിയത് ചിതമായോ എന്നൊരു ശങ്ക. അങ്ങനെ ഒരു ശങ്ക വേണ്ട. തച്ചനും നിർമ്മാണം പണിയല്ല, കർമ്മമാണ്. അത് അർഹിക്കുന്നവർക്ക് വേണ്ടിയായിരിക്കണം. അല്ലാതെ മനസ്സാക്ഷിയില്ലാത്ത മംഗലത്തമ്മർക്ക് വേണ്ടിയായാൽ അത് വെറും പാഴ്വേലയായി പോവും. വയറ് പുലർത്താൻ വേണ്ടി തലച്ചോറ് വിൽക്കുന്ന പാഴ്വേല. കണ്ണൻ കേൾക്കുന്നുണ്ടോ? എങ്കിൽ പുഴയോരം പറ്റി പടിഞ്ഞാട്ട് നടന്നോളുക. പന്നിയൂരെത്തുമ്പോൾ ആൾക്കാർ കാത്തു നിൽക്കുന്നുണ്ടാവും. അവിടെ സരസ്വതി ദേവിക്കൊരു ശില്പം കൊത്തണമെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഇതൊരു കണക്കാണ്, പെരുന്തച്ഛന്റെ ഒരു തോന്നൽ കണക്ക്. പന്നിയൂരെത്തി കൊത്തുള്ള മലപ്പുറപ്പെടുത്തോളൂ, ഞാനെത്താം.
മുത്താച്ചാര്യേ ഞങ്ങളങ്ങട്ട് ദേവ, ധനം അത് സ്വരുക്കുട്ടി വെക്കേണ്ട ഒരു വസ്തുവായിട്ട് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. പക്ഷെ ചില നേരങ്ങളിൽ അതില്ലാതെ വരുമ്പോൾ വല്ലാതെ തോറ്റതുപോലെ തോന്നണോ. തനിക്ക് തരാൻ ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുണ്ട്. അതിന് ഞങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ലല്ലോ മുത്താച്ചാര്യ. എനിക്ക് ആവതില്ലെങ്കിലും ഇത് ചില പണിക്കൊക്കെ പോവും. പണിയെന്നൊന്നും പറഞ്ഞുകൂടാ. ചില നായന്മാരുടെ വീട്ടിൽ മുറ്റടിക്കാനും തേച്ചുടക്കാനൊക്കെ ആയിട്ട് അവരെന്തെങ്കിലൊക്കെ കൊടുക്കും. ഞങ്ങളെ 2 ജീവൻ കഴിയാതൊക്കെ മതിയില്ല. ഒന്നുമില്ലാത്തവൻ അരിക്കാടി വെള്ളം പോലും അമൃതം അല്ലേ? ഞാൻ പിടിക്കും. നിങ്ങൾ വരിക, മുത്താശ്ശേരി ഒന്ന് കാണട്ടെ. വരിക. എന്താ ഈ മിടുക്കിയുടെ പേര്? ചെമ്പകം. ആ പേരിനൊരു സുഗന്ധമൊക്കെ ഉണ്ട്. പക്ഷെ അതിലും സുഗന്ധമുണ്ട് അച്ഛന് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറുള്ള മിടുക്കിയുടെ മനസ്സിന്. അതിരിക്കട്ടെ, എന്തിനാ മുത്തശ്ശേരിയെ കാണണമെന്ന് പറഞ്ഞേ? അച്ഛൻ എന്നോട് ഒരുപാട് നുണ പറയാറുണ്ടേ. കഞ്ഞി കുടിച്ചു, വിശപ്പില്ല, വേദന കുറവുണ്ട്, അങ്ങനെ നാവെടുത്ത് നുണേ പറയും മൂത്താശാരി. അതുപോലൊക്കെ തന്നെയാണോ മൂത്താശാരിനെ കുറിച്ച് പറഞ്ഞ ഗുണങ്ങളെന്ന് അറിയാൻ വേണ്ടി വന്നതാ. നല്ല വിവരക്കേടുണ്ട് അവളക്ക്. ഒന്നും തോന്നേ. അവള് പറയട്ടെ. എന്നിട്ട് മൂത്താശാരിയെ കണ്ടിട്ട് എന്ത് തോന്നി? മൂത്താശാരി ആള് മോശമില്ല കേട്ടോ. ആ മംഗലത്തമ്മയുടെ അഹങ്കാരത്തിന് ചുട്ട മറുപടി കൊടുത്ത ഒരേ ഒരാൾ മൂത്താശാരി തന്നെയാ. പിന്നെ മൂത്താശാരി പണിയിൽ അത്ഭുതം കാണിക്കണമെന്നൊക്കെ പറയുന്നത് അത്രയുണ്ട് ശരിയാണോന്ന് എനിക്കറിയില്ല. എന്ത് അത്ഭുതത്തെ കുറിച്ച് അച്ഛൻ പറഞ്ഞേ? ഒരിടത്ത് പല പല തമ്പുരാക്കള് ഒരു കുളം ചതുരത്തിലും വൃത്തത്തിലും കോണറുമൊക്കെ പണിയണമെന്ന് തർക്കമായപ്പോ മൂത്താശാരി ഒരു കുളം തന്നെ ചതുരത്തിൽ വേണമെന്ന് പറഞ്ഞവർക്ക് ചതുരത്തിൽ തോന്നുന്ന വിധത്തിലും വട്ടത്തിൽ വേണമെന്ന് പറഞ്ഞവർക്ക് വട്ടമായി തോന്നുന്ന വിധത്തിലും അങ്ങനെ പല ഭാഗത്തും നോക്കുമ്പോ പല മാതിരി തോന്നുന്ന വിധത്തിലും പണിയെടുപ്പിച്ചു എന്ന് പറഞ്ഞു. അതൊക്കെ ശരിയാണോ? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊരു അത്ഭുതമൊന്നുമല്ല. കണക്കിലെ ഒരു കളി, ഒരു തരം വിഭ്രമ വിദ്യ. ഈ മൂത്താശാരിക്ക് വേറെ പണിയൊന്നും ഇല്ലേ? തമ്പുരാക്കൾ എങ്ങനെ ഓരോന്നിനും ചടിക്കുമ്പോ മൂത്താശാരി എന്തിനൊക്കെ നടത്തി കൊടുക്കാൻ നിക്കണേ? ഏതാകൃതിയാണെങ്കിലും കുളത്തില് വെള്ളം കണ്ടാ പോരാ മൂത്താശാരി? നിന്നെ കൂടെ കൊണ്ടെന്ന് തന്നെ പറഞ്ഞാ മതി. ഒന്നും തോന്നരുത് കേട്ടോ. വളർത്തു ദോഷം തന്നെയാ. എന്റെ ദോഷം? ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാ. മൂത്താശാരി ചിരിച്ചല്ലോ. അവള് പറഞ്ഞത് കാര്യം തന്നെയാണ്. പലപ്പോഴും നമ്മൾ വെറും പണിയായുധങ്ങൾ മാത്രമായി പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. പലരുടെയും താല്പര്യങ്ങളും വാശികളും ആഡംബര ഭ്രമങ്ങളും നടത്തിക്കൊടുക്കുന്ന വെറും പണിയായുധങ്ങൾ. ഓട്ടെ, മിടുക്കിയുടെ അമ്മ. എനിക്ക് അമ്മയില്ല. അതിനെന്തിനെങ്കിലും ദേഷ്യപ്പെടണേ? അമ്മമാരില്ലാതെ മക്കളുണ്ടാവില്ല, പിന്നെ മരിച്ചു പോകും. അതിനിങ്ങനെ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ട് ഞാൻ ഈ മിടുക്കിയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. മരിച്ചു പോയതല്ല മുത്താച്ചാര്യെ, ഉപേക്ഷിച്ചു പോയതാ. അതാ ഉളക്കി ഈ ദേഷ്യം. ചത്തഴുകിയാൽ ഏറ്റവും ദുർഗന്ധം മനുഷ്യർക്കാണെന്നുള്ളത് പോലെ മടുത്താൽ ഏറ്റവും വെറുക്കുന്നതും മനുഷ്യനെ തന്നെ മുത്താച്ചാര്യ. ഒരു കറവപ്പശു കാലൊടിഞ്ഞ് തൊയ്ത്തിക്കിടന്നാലും അതിന് തിന്നാൻ കൊടുത്താ പാല് കിട്ടും. അതൊരു ബാധ്യതയല്ല. ഒന്നും തിരിച്ചു കിട്ടാല്ലാത്തന്നെ ഒരു 2 മാസം തീറ്റിപ്പോറ്റപ്പോ ഓളക്ക് മടുത്ത്. എന്നാലും ഉള്ള കാലത്തോളിനെ നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ. ചീത്ത പറഞ്ഞിട്ടാണെങ്കിലും തിന്നാൻ തന്നേരുന്നു. രാത്രി വേദന കൊണ്ട് തഞ്ചാരടിക്കുമ്പോ ഇനി ഉറങ്ങാറായില്ലേന്നും ചോദിച്ചിരുന്നു. പനിയുണ്ടോന്ന് തൊട്ട് നോക്കിയിരുന്നു. പിന്നെ അവളില്ല തൊട്ട് നോക്കിയിരുന്നത് ഞാൻ ചത്തോന്നറിയാനായിരുന്നോ എന്നൊരു സംശയം. അവൾക്ക് പോകാനിടല്ലാത്തോണ്ട് പിന്നെ കുറെ കാലം കൂടെ സഹിച്ചു നിന്ന്. പിന്നെ വിളിക്കാനാരുണ്ടായപ്പോ കൂടെ പോയി. അവര് പാവാന്ന് പറയരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുള്ളതാ. അച്ഛനെപ്പോഴും അവരോട് ഇഷ്ടം മുത്താശാരി. ഞാൻ എങ്ങനെ അവളെ വെറുക്കാം മുത്താശാരി? ഒന്നില്ലെങ്കിലും ഇവളെ എനിക്ക് തന്നത് അവളല്ലേ. അവളെ എനിക്ക് തന്നത് ഒരു മകളല്ല, നെറ്റിപ്പോറ്റി ശാസിക്കൊക്കെ ചെയ്യുന്ന ഒരമ്മയെ. ഇന്ന് ഇവളെ എനിക്കെന്റെ അമ്മയാ മൂത്താശാരിയെ.
മാതൃത്വത്തിന് എത്രയെത്ര ഭാവങ്ങൾ. വാക്കേറിയ ദൈവം ഇരകൽപ്പിച്ചോളുമെന്ന അച്ഛന്റെ വാക്ക് കേട്ട് ഞങ്ങളെ ഉപേക്ഷിച്ചു പോയ അമ്മ പഞ്ചമി, എന്നെ ഉപേക്ഷിച്ച മറ്റൊരമ്മ. ഇതൊന്നും മാതൃത്വത്തിന്റെ നല്ല മുഖങ്ങളല്ല, നല്ല ഭാവങ്ങളെ അല്ല. ഉദാത്തമായ മാതൃഭാവം പ്രകടമാവുന്നത് ദേവീ മുഖങ്ങളിലാണ്. ദേവീ മുഖങ്ങളിൽ മകളായ ചമ്പകത്തിൽ ദേവൻ അമ്മയെ കണ്ടുവെങ്കിൽ അതുകളിലെ ദേവീ ഭാവമാണ്. ദേവീ ഭാവം ഈ കൊച്ചു മിടുക്കിയിൽ എനിക്കും കണ്ടെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരമ്മ ദൈവത്തിന്റെ മുഖം. എന്തൊക്കെയായി പറയണത്? അതെ, സത്യം. ദേവീ ശില്പങ്ങൾ കൊത്താൻ നിഷ്കളങ്കവും സുന്ദരവുമായൊരു മുഖമന്വേഷിച്ച് നടക്കുകയായിരുന്നു ഞാൻ ഇത്രയും കാലം. ഈ മിടുക്കിയിൽ ഞാനത് കാണുന്നു. പിന്നെ എന്റെ പന്നിയൂരിലെ തച്ചന്റെ പ്രതിഫലം ദേവന്റെ കഷ്ടപ്പാടുകൾ മാറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും ഈ കൊച്ചും മിടുക്കിയെ കൂട്ടി താൻ എന്റെ കൂടെ വരണം. പരതൂരിലെ നായർ വീടുകളുടെ മുറ്റമടിച്ചും അടുക്കള കഴുകിയും എച്ചിലെടുത്തും കഴിഞ്ഞിരുന്ന ഈ പട്ടിണിക്കാരി പെണ്ണിന്റെ മുഖമായിരിക്കട്ടെ പെരുന്തച്ചൻ പന്നിയൂരിൽ കൊത്തിയെടുക്കുന്ന സരസ്വതി ദേവിക്ക്